ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ചാട്ടോ. കോഴിക്കോട് ബീച്ച് ഇത്ര വൃത്തിയായിട്ട് ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ഗുട്ടൻസ് ഉണ്ട്. എന്താ കാരണം അറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിയേ, ഇവിടെ കുറേ കടകളും കാര്യങ്ങളും പിന്നെ കുറേ ആൾക്കാർ തിന്നതിൻ്റെ പേപ്പറും കണ്ടതൊക്കെ ഇങ്ങനെ ഇട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. ഗ്ലാസും അതുപോലെ ഈ കടല പാക്കറ്റ്, കടല തിന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇപ്പോൾ നോക്കിയാൽ നല്ല വൃത്തിയില്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. നോക്കിയാൽ ക്ലീനാണ്. എന്താ കാരണം അറിയോ? അതിലൊരു ഗുട്ടൻസ് ഉണ്ട്. ഇവിടെ ഇരുന്ന ഒരുപാട് ഐശ്വര്യയും സ്നാക്സിൻ്റെ കടകളൊക്കെ ഇതുപോലെ പഞ്ചായത്തല്ല കേട്ടോ, കോർപ്പറേഷൻ ഇതുമാതിരി കെട്ടിയിട്ട് മനോഹരമായിട്ട് അടിപൊളി കേട്ടോ, യെല്ലോ കളറിലും റെഡ് കളറിലും ഇങ്ങനെ ഒരു ക്യാബിനാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് കാരണം എല്ലാവർക്കും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും 3 ലക്ഷം രൂപ പാസ്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 3 ലക്ഷം രൂപ വെച്ചിട്ട് ചെന്നൈയിൽ ഒരു കമ്പനിയിൽ കൊടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളിയായിട്ടോ കാണാൻ. കുറേ പണി ഇനി ബാക്കിയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ബീച്ച് കാണാൻ നല്ല രസമായിട്ട് ഒരുപാട് ആളുകൾ, തിരക്കൊന്നും നമ്മുടെ ബീച്ചിൻ്റെ ഇവിടെ ഈ ഭാഗത്ത്, ഈ മണലിൻ്റെ ഭാഗത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ കുറേ കടകളൊക്കെ ആയപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ എല്ലാം മെയിൻ റോഡിലേക്ക്, ഇങ്ങനെ മെയിൻ റോഡിൻ്റെ ആ കൽവാട്ടിലേക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം, അതിനുശേഷം ബീച്ചിലോട്ട് വരാം. പണ്ട് അങ്ങനെയല്ല, ഒന്ന് കളിക്കാനോ കുട്ടികൾക്കോ ഒന്നിനും പറ്റില്ല. ഇപ്പോൾ ഇതുപോലെ ഒരു തിട്ടൊക്കെ കെട്ടി ഒരു ടയർ പോലത്തെ ഒരു വണ്ടിയിൽ എല്ലാം ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, പഴയ സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഒന്നും പോയിട്ടൊന്നുമില്ല. എല്ലാവർക്കും ഓരോ ഷോപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. 30, 40, 50, 60, 1, 2, 3 അങ്ങനെ എല്ലാവർക്കും ഓരോരോ ഷോപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഏതാ ഷോപ്പിലെ കഴിച്ച് ആ ഷോപ്പിലെ സംഭവം നന്നായിട്ടുണ്ടെങ്കിൽ ആ നമ്പർ നോക്കി വെച്ചിട്ട് നെക്സ്റ്റ് ടൈം വീണ്ടും നമുക്ക് ഇവിടെ വരാം. കണ്ടില്ലേ, പണ്ടത്തെ സാധനമൊക്കെ ഒരു തട്ടുകട പോലെ ആയിരുന്നു, ഇപ്പോൾ ഒരു ഷോപ്പ് പോലെ ആക്കി എല്ലാം വൃത്തിയാക്കി അടിപൊളി ഹൈജീനിക് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, അന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോഴിക്കോട് സൂപ്പറായിട്ട് എല്ലാവരും തരിക. ഇന്നും അടിപൊളിയായിട്ട് എല്ലാം ഇങ്ങനെ ഒരു ക്യാബിനിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. നോക്കിയേ, എല്ലാം ഉണ്ട് കേട്ടോ. മാങ്ങ മുറിച്ചത്, നെല്ലിക്ക, അച്ചാറ്, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ബീച്ചിൻ്റെ ആ ഭാഗം കാണാൻ എന്ത് ഭംഗി അറിയാം, നല്ല മനോഹരമായിട്ടുണ്ട് കാണാൻ. നോക്കിയേ, അന്നാന്ന് വെച്ചാൽ ഈ ബീച്ച് ഇങ്ങനെ തെളിഞ്ഞ് കാണില്ല, കാരണം അവിടെയൊക്കെ പെട്ടിപ്പീടിക, അവിടെ ഇവിടെയൊക്കെ ഒരു 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 ലൈനല്ല, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും നിർത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഒരേ ലൈനിലാണ് എല്ലാവരും ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ള കടയിൽ കഴിക്കാം. ഫ്രണ്ടേജിലേക്ക് നോക്കി കഴിക്കാൻ പറ്റും, ബാക്കിലേക്ക് നോക്കിയിട്ടും ഡോറുണ്ട്. അതിൻ്റെ 2 ഭാഗത്തേക്കും കൂടിയിട്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബീച്ച് നോക്കിയാൽ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് കുട്ടികൾക്ക് ഓടി കളിക്കാം, ഒരു പ്രശ്നമില്ല. നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്, എന്ത് ഭംഗിയാണ്. ഇതേമാതിരി എല്ലാവരും വിചാരിച്ച് കഴിഞ്ഞാൽ പേപ്പറും കണ്ടോ, ഒരു പേപ്പറൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇടാണ്ട് അവിടെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ആ ഡസ്റ്റ്ബിന്നിൽ പോയിട്ട് ഇടുവാണെങ്കിൽ ഇതേമാതിരി നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻസ് ചെയ്യാം. ഫോറിനിലൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടോ, ഒരുപാട് ആൾക്കാർ പേപ്പറും കാര്യങ്ങളൊന്നും ഇടില്ല. അപ്പം നമ്മളും ഇതേമാതിരി ഇടുവാണെങ്കിൽ, ഒരു വേസ്റ്റ് ബിന്നിൽ ഇടുകയാണെന്ന് വെച്ചാൽ നമ്മുടെ നാടും ഇതേമാതിരി നന്നാവും. നോക്കിയേ, കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഒരു വൃത്തികേടില്ല കേട്ടോ, പേപ്പേഴ്സ് ഇല്ല, ഒന്നുമില്ല. നല്ല മനോഹരമായിട്ട് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ നമ്മുടെ സെൻറ്ററിലായിരുന്നു അന്നൊക്കെ വിൽപ്പന. ഇപ്പോൾ ഒന്നും വിൽക്കാൻ പാടില്ല, ഇവിടെ ഒന്നും വിൽക്കാൻ പാടില്ല. അങ്ങനെ ആക്കിയപ്പോൾ എന്തായി, നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ നോക്കി, ഒട്ടകവും ഒരു നല്ല ഒരു ഈവനിങ് ക്ലൈമറ്റ് ആട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഫോട്ടോസ് ഷൂട്ടിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. നോക്കിയേ, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവണം ശരിക്കും നമ്മുടെ ബീച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ തന്നെ വേണ്ടത്. കാരണം മനോഹരമായി വെച്ച് കഴിഞ്ഞാൽ നാളെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കേരളത്തിൽ നല്ലത് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ മറ്റുള്ളവരെ കാണിച്ചാലോ. എന്തായാലും ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയവർക്ക് ഒരു വലിയൊരു ബിഗ് സല്യൂട്ട്. കാരണം വേറെ ഒന്നുമില്ല, ഇത് നല്ലൊരു കാഴ്ച കേട്ടോ. കാണാൻ തന്നെ നമ്മളൊരു ബീച്ച് ഒരു വണ്ടർഫുൾ ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അപ്പോൾ നമുക്ക് വന്ന ആൾക്കാർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതാ വേണ്ടത്. നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരേ ഒരു ലെവലിൽ ഒരേ ഒരു ഇതിൽ കറക്റ്റായിട്ട് മഞ്ഞ, ബ്ലൂ, അതുപോലെ തന്നെ റെഡ് കളറിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട്. അതിന് മുന്നിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ പെയിൻ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കാരണം എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബീച്ച് കാണാൻ തന്നെ ഒരു വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം വേസ്റ്റ് ഇല്ല, അതാ കണ്ടോ, വേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അത്രയും നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാം, ബലൂൺസ് ഇതൊക്കെ കളിക്കാം, അതുപോലെ തന്നെ ഈ പട്ടം വിട്ട് കളിക്കാം, അതിനൊക്കെ നമുക്ക് സ്ഥലമുണ്ട് അവിടെ. ഇപ്പോൾ നല്ല ശാന്തതയാണ്. അപ്പോൾ ബോട്ട് വീണ്ടും ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസം ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ബോട്ട് സർവീസ് നടത്തുന്നവർക്കൊക്കെ പോവാം, ഇപ്പോൾ വരാൻ പറ്റും. വലിയ തിരയില്ല കേട്ടോ, ഈ കാണുന്ന ചെറിയൊരു തിര മാത്രമേ ഉള്ളൂ, വലിയൊരു കാറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ച് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും
കോഴിക്കോടിലോട്ട് സ്വാഗതം. എല്ലാവരും വരിക. അതുപോലെ തന്നെ എല്ലാവരും നമ്മളെല്ലാവരും ഇതേമാതിരി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എല്ലാ സ്ഥലത്തും, ഒരു സ്ഥലത്തല്ല എല്ലാ സ്ഥലത്തും നോക്കി. പിന്നെ അത് കൂടാണ്ട് വേറൊരു പ്രശ്നങ്ങളുണ്ട്. ഈ രാജസ്ഥാനിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ കണ്ണിക്കണ്ട് വിൽക്കുന്നുണ്ട്. പിന്നെ തിന്നിട്ട് അതുപോലെ തന്നെ ബീച്ചിലോട്ട് കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുക, വേഗം അവിടെ തന്നെ ഇട്ടിട്ട് പോവുക. അത് വലിയൊരു തെറ്റാണ്. അത് എടുക്കുക, അവിടെ ഡിസ്ബിൻ ഉണ്ട്, അതിൽ കൊണ്ടുപോയിട്ട് ഇടുക. അപ്പോൾ കോർപ്പറേഷൻ വന്ന് കൊണ്ടുപോയിക്കോളും. വീണ്ടും കുറച്ച് ആൾക്കാരൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെക്കാട്ടിലും ഏകദേശം നല്ലൊരു മെച്ചമാണ് കാണുമ്പോൾ. എൻ്റെ കടകൾ നിരത്തിയിട്ടോ, ഈ അറ്റം വരെ ഏകദേശം ഒരു 100 മേലെ ഉണ്ട് തോന്നുന്നു. ഞാൻ എണ്ണിയില്ല. എല്ലാ കടകൾക്കും നമ്പറുണ്ട് കേട്ടോ, നമ്പറുണ്ട്. പഴയ എല്ലാവരും ഉണ്ട്, പഴയ ആൾക്കാരും. അതുപോലെ തന്നെ ബജ്ജി, ബോണ്ട, പിന്നെ കാടമുട്ട ഫ്രൈ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഒരേ ലെവലിലാണ് ഇത് പണിതിരിക്കുന്നത്. കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. കണ്ടില്ലേ, ആൾക്കാരൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇവിടെ വരും. അതേപോലെ തന്നെ ഈ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും. ഉണ്ടോ, ആൾക്കാരൊക്കെ വാങ്ങിച്ചതേ. ആ സ്ത്രീ അവിടേക്ക് ഒരൊറ്റ എറിഞ്ഞു പേപ്പർ. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ തന്നെയാണ്. അവിടെ ബോക്സ് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും അങ്ങനെ തന്നെ ചില ആൾക്കാർ ചെയ്യുക, അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റേജ് എറിയാണ്ട് നോക്കുക, ബോക്സിലിടുക, ഏറ്റവും ബെറ്റർ അതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മനോഹരമായിട്ട് കാണുക, എൻജോയ് ചെയ്യുക. ഐസ്ക്രീം ഉണ്ട്, അതുപോലെ തന്നെ ഐശ്വര്യതി ഉണ്ട്, പിന്നെ ഉപ്പിലിട്ട സാധനം ഏറ്റവും ഫേമസ് ആട്ടോ നമ്മുടെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ. ഉപ്പിലിട്ട സാധനങ്ങൾ, ആപ്പിളും മുന്തിരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇല്ലാത്ത സാധനമൊന്നുമില്ല കേട്ടോ, എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഉപ്പിലിട്ടത്, പൈനാപ്പിളും മാങ്ങയും, ഒരുപാട് ഐറ്റംസ്. നോക്കിയേ, ആ കടകളൊക്കെ വെച്ചിരിക്കുന്നത് നോക്കിയേ, ഒരേ ലെവലാട്ടോ, നല്ല സൂപ്പറാണ്. ഇതിന് വാടകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ചോദിച്ചു ഒരാളോട്, വർഷമാകുമ്പോൾ ഒരു റെൻറ്റ് ഉണ്ട് ഇതിന് കൊടുക്കേണ്ടത്. ഇത് പോർട്ടിൻ്റെ സ്ഥലമാണ്, അപ്പോൾ അത് കാരണം അവർക്കൊരു റെൻറ്റ് കൊടുക്കാനുണ്ട് ഇതിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. റെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കോർപ്പറേഷൻ വൃത്തിയാക്കുന്നവർക്ക് അവർക്ക് ക്യാഷ് കൊടുക്കണം. അപ്പോൾ ഒരുപാടുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും അവരുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ നടന്നു പോവുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടവർ ഒന്ന് വരിക, വന്നിട്ട് ഇവിടെയൊക്കെ വന്നിരിക്കുക. പുറത്തുനിന്ന് വരുന്നവർ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഇതേമാതിരി എല്ലാ സ്ഥലങ്ങളിലും വൃത്തിയാക്കി വയ്ക്കുകയാണെങ്കിൽ കേരളം സൂപ്പറായിട്ട് മാറും. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. എന്തായാലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും വരാൻ നോക്കുക, ഒന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഒന്ന് വരാൻ നോക്കുക. കോഴിക്കോട് ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട്, പണ്ടത്തെ പോലെയല്ല, സൂപ്പറായിട്ടുണ്ട്. ഒന്നും കൂടെ അടിപൊളിയായിട്ട്, പണ്ടും അടിപൊളിയാണ്, ഇപ്പോഴും സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക, അതിനുശേഷം വരാൻ നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ.